ഹായ്. അപ്പൊ 2-3 ദിവസമായിട്ട് വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ നമ്മള് ആക്റ്റീവ് ആയിരുന്നില്ല. ഓക്കെ, കാരണം ഇതാ നമ്മള് ചോട്ടാ ഭീമിന് പനി കൂടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഓക്ക് മാത്രമല്ല നമ്മുടെ ക്യാമറാമാൻക്കും പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മളിതാ അടുത്ത തിരിക്കും പ്രശ്നമാണ്. ഓക്കും പനി ഇവിടെ വന്നേരം ഓള് പനി ഓവറായിട്ട് എല്ലാരും ഇവിടെ അഡ്മിറ്റ് ആയി. അങ്ങനെ 3 ദിവസമായി നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആകാന്ന് അല്ലേ? അപ്പൊ ഫുൾ എനർജിയോട് കൂടിയിട്ട് നമ്മളെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് ഇത്രയും ദിവസം എന്താ പറയണ്ടേ, കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മളിപ്പോ റീൽസിലാണ് കളിക്കുന്നത്, ഷോർട്സിലാണ് കളിക്കുന്നത്. അതിന് തന്ന സപ്പോർട്ട് ഒന്നും പറയാനില്ല. അതിഗംഭീരാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പൊ നിങ്ങൾ ഇനിയും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിന് അടിപൊളിയായിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളും നമ്മളെ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടി എന്താ സപ്പോർട്ട് എങ്ങനെ അതാണ് ഇങ്ങനെ വെച്ചാല് പിന്നെ എന്താ പറയണ്ടേ, കുറെ പഠിച്ചിട്ട് പക്ഷെ ഒന്നും അറിഞ്ഞാന്ന് പറഞ്ഞതിലാണ്. അപ്പൊ സപ്പോർട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാം. അതാണ് വേണ്ടത്. അപ്പൊ എല്ലാരോടും നിങ്ങളൊന്ന് നമ്മളെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് അതിന്റെ കമന്റ് രൂപത്തിൽ അതിന്റെ വീഡിയോ തന്നെ അതിന്റെ റീപ്ലൈ ചെയ്യാം അല്ലെ? ആ ഒരു റീപ്ലൈയിലാണ് നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഏതാനും ദിവസങ്ങൾക്കൊക്കെ നമ്മളെ 1-2 വീഡിയോസ് 1 മില്യൺ അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഒരൊറ്റ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമല്ല. ഇതെല്ലാം ക്യാമറ, ഇവളിപ്പോ ആവശ്യത്തിന് ക്യാമറാമാൻ ആവും, പിന്നെ ആക്ടർ ആവും അല്ലെ? ഇവളും അതുപോലെ തന്നെ ആക്ടറും ക്യാമറാമാനും എല്ലാം ഓൾ ഇൻ ഓൾ ആണ് നമ്മുടെ ചാനലിൽ. അത് മാത്രല്ല ഗൈസ്, ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു നിപ്പ ആയതുകൊണ്ട് തന്നെ ഇവര് സ്കൂളില് ഒരു 1 വീക്ക് ആയിട്ട് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എന്താണെന്നറിയില്ല, സ്കൂള് ക്ലോസ് ചെയ്തതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇവർക്ക് പണി സ്റ്റാർട്ട് ചെയ്ത. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പനി സ്റ്റാർട്ട് ചെയ്തത്. വൈകുന്നേരം വരെ കളിച്ച് ഇതാ നടന്നൊരു പെണ്ണാണ്. പക്ഷെങ്കില് രാത്രി ആയാലും പനി ഓവറായി. പിന്നെ രാവിലെ പുലർച്ചെ ആവുമ്പോഴത്തേക്ക് അത് ഒന്നും പറയണ്ട, അത് ശരിക്ക് എന്താ പറയണ്ട ഹൈ പനിയായിട്ട് കണ്ണെല്ലാം മൂടെല്ലാം ബാക്കോട്ടെല്ലാം ആയി നമ്മളാകെ ബേജാറായി പോയി അല്ലെ? ഫിക്സ് എല്ലാം പോലെ നമ്മളെ കുട്ടി എന്നിട്ട് നമ്മൾ എടുത്ത് ഓടിയതാണ് പുലർച്ചക്ക്. അപ്പൊ ഭയങ്കര സങ്കട ദിവസമായിരുന്നു. പക്ഷെങ്കില് അൽഹംദുലില്ലാ നിങ്ങളെല്ലാം പ്രാർത്ഥനയും ഇത് സപ്പോർട്ട് എല്ലാം ഉള്ളതുകൊണ്ട് അല്ലാഹു നമ്മളെ എന്റെ മോശമൊന്നും ഇല്ലാണ്ട് അല്ലേ? അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ കുറെ കാലങ്ങള് നമ്മൾ 2-2.5 വർഷത്തോളം കൊറോണയെ പേടിച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ തന്നെ നിപ്പ വീണ്ടും നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ജസ്റ്റ് ഒരു ജാഗ്രത പുലർത്തുക. മാക്സിമം പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാസ്ക് ധരിക്കുക. ഇവിടെ എപ്പോഴും ധരിക്കുന്നുണ്ട്, അതുപോലെ വിഷയം. അതല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്താ ചെയ്യാ, ഹാൻഡ് വാഷ് ചെയ്യുക അല്ലെ, ക്ലീൻ ചെയ്യുക, അതിന് ശേഷം സാനിറ്റൈസ് ചെയ്യുക. ഓക്കെ, സാനിറ്റൈസർ വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അല്ലെ? അപ്പോൾ നമ്മളെ കമ്പനിയിലുണ്ട് സാനിറ്റൈസർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി കിടിലം വീഡിയോസ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്ത സപ്പോർട്ട് പോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നും കൂടി നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അടിപൊളി വീഡിയോസ് നമ്മൾ മാക്സിമം ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. വേറെന്താ പറയുള്ള, എന്താ പറയില്ല, അപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവര് പറയുന്നതാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ നമ്മളെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് തോന്നുന്നു എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തന്ന സപ്പോർട്ട് ഒരിക്കലും മറക്കൂല അല്ലേ? അടിപൊളി. വിചാരിച്ചതായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പത്തേക്കാണ് ഇവിടെ പനിയും കാര്യങ്ങളൊക്കെ ആയത്. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കൊക്കെ നമ്മളെ വീഡിയോസ് 1 മില്യൺ അച്ചീവ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട്
മണിക്കൂറുകൾ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എണ്ണത്തിലാണ് നിൽക്കുന്നത് ബാലൻസ് അല്ലേ. ഒരു വീഡിയോ ഏകദേശം 9,70,000 ആൾക്കാർ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് 10K മുകളിലായിട്ടുണ്ട്. 11K ആവാനായിട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് 11Kയിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത് നമ്മളെ വീഡിയോസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അത് നിങ്ങളെ ഒരൊറ്റ സപ്പോർട്ടാണ്. ഈ ഒരു എന്താ പറയണ്ടേ 2 വർഷം നമ്മൾ എടുത്തിട്ട് നമുക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു 2 മാസത്തെ ചെറിയ കാലാവധിയിൽ നമുക്ക് 6000 സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ചെറിയ 2 മാസ കാലാവധിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുപരി നമ്മൾ ചെയ്തെടുക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കില. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആണെങ്കിൽ ഇവിടെ നിർത്തിയാന്ന് മൈൻഡപ്പ് ചെയ്യാന്ന്. ഓക്കെ, നല്ലൊരു അടി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.